അന്ന് മലയാളത്തിൽ നിന്നുള്ള അവസരങ്ങൾ സ്വീകരിക്കാനായില്ല. മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നി വിമലാരാമൻ. 2007 അജ്മൽ അമീറിനൊപ്പം വിമൽ അഭിനയിച്ച ചിത്രമായിരുന്നു പ്രണയകാലം. എന്നാൽ 2006 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പോയി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് വിമല തന്റെ സിനിമാ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഷാജി കൈലാസും സുരേഷ് ഗോപിയും ഒന്നിച്ച ടൈം എന്ന ചിത്രത്തിലൂടെ നടി മലയാള സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ശേഷം പ്രണയകാലത്തിന് പുറമെ വിമല സൂര്യൻ, നസ്രാണി, കോളേജ് കുമാരൻ, റോമിയോ, കൽക്കട്ട ന്യൂസ് തുടങ്ങിയ മികച്ച സിനിമകളുടെ ഭാഗമായി. 2016 നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒപ്പം എന്ന സിനിമയിലും വിമലാരാമൻ അഭിനയിച്ചിരുന്നു. മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഇടവേളകൾ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് വിമല. ഒരു കാരണത്തിന്റെ പുറത്തുണ്ടായ ഇടവേളകൾ അല്ലെന്നാണ് നടി പറഞ്ഞത്. തന്നെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർ ഓർക്കുന്നത് ഒരു വേനൽപ്പുഴയിൽ എന്ന പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന നായികയായിട്ടാണെന്നും ഒരു പാവം കുട്ടിയായോ വിനയ കൂടുതലുള്ള കഥാപാത്രമായോ ആണ് പലരും തന്നെ വിലയിരുത്തുന്നത് എന്നും വിമല പറഞ്ഞു. മഹിളാ രത്നത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. സത്യം പറഞ്ഞാൽ ഇടവേള എന്തിനായിരുന്നുവെന്ന് എനിക്കറിയില്ല. ഒന്നും ഒരു കാരണത്തിന്റെ പുറത്തുണ്ടായ ഇടവേളകൾ അല്ല എന്നതാണ് സത്യം. എന്നെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർ ഓർക്കുന്നത് ഒരു വേനൽപ്പുഴയിൽ എന്ന പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന നായികയായിട്ടാണ്. അതേസമയം ഒരു പാവം കുട്ടി വിനയ കൂടുതലുള്ള കഥാപാത്രമായാണ് പലരും എന്നെ വിലയിരുത്തുന്നത്. ഒടുവിൽ എന്റെ കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നു. പിന്നെ എനിക്ക് എന്നെ തന്നെ ഒരു ഓൾ ഇന്ത്യ ആർട്ടിസ്റ്റ് എന്ന ഫീലാണ് തോന്നാറ്. കാരണം എനിക്ക് സംഭവിച്ചിരിക്കുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ ആണല്ലോ. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതാണല്ലോ ഞാൻ. മറ്റ് ഭാഷകളിൽ ഞാൻ വളരെ ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് മലയാളത്തിൽ കിട്ടിയ അവസരങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, വിമലാരാമൻ പറഞ്ഞു.